കള്ളപ്പണക്കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ശശിധരൻ കർത്തയ്ക്കും CMRL ഉദ്യോഗസ്ഥർക്കും ഉടൻ സമൻസ് നൽകും. ED റെയ്ഡിൽ വരവ് ചെലവ് കണക്കുകളിലും വൻ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ഇന്നലെ നടന്ന റെയ്ഡിൽ സാമ്പത്തിക ഇടപാടുകളുടെ നിർണായക രേഖകളാണ് പിടിച്ചെടുത്തത്. റെയ്ഡിൽ 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ മരവിപ്പിച്ചു. മരവിപ്പിച്ചതിൽ വീണ വിജയൻ്റെ 1.5 ലക്ഷം രൂപയുടെ ബാങ്ക് സ്ഥിര നിക്ഷേപവും ഉണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ നമുക്കൊപ്പം ചേരുകയാണ്. ജിജീഷ്, നമുക്കറിയാം CMRL MD ശശിധരൻ കർത്ത. സിദ്ധാർത്ഥ, നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് തന്നെ പോകണം. വിനോദ്, നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ടല്ലോ. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുമ്പോൾ CPM കടുത്ത പ്രതിസന്ധിയിലാണെന്നുള്ള നിർണായക വിവരമാണ് ലഭിക്കുന്നത്. വീണ വിജയന് നേരെ നടപടി ഉണ്ടാകുമ്പോൾ പിണറായി വിജയന് നേരെ വരുന്ന ചോദ്യശരങ്ങളിൽ മറുപടി പറയാനാകാതെ വലയുകയാണ് CPM നേതാക്കളും അണികളും ഒക്കെ. എന്തായാലും ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് പ്രശാന്തിൽ നിന്നും തേടേണ്ടതുണ്ട്. പ്രശാന്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു വിശേഷ ദിവസമൊക്കെയാണ്. CPM പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. കാരണം വലിയ പ്രതിസന്ധിയിലാണ്. പ്രതിരോധിക്കാൻ ക്യാപ്സൂളുകൾ തിരക്കുന്ന ആ ഒരു തിരക്കിലാണ് സഖാക്കളും അണികളും ഒക്കെ. എന്തായാലും എങ്ങനെയാണ് ഈ കേസ് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CPM പ്രതിരോധം തീർക്കുന്നത്? ഈ പ്രതിരോധ വലയം തീർക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ CPM മുൻപിൽ? എന്താകും ഇനി പിണറായി വിജയനും സംഘവും പയറ്റാൻ പോകുന്നത്? പ്രശാന്ത്. അതെ പ്രശാന്ത്, അതേപോലെ തന്നെ ഇന്ന് LDF പ്രതിഷേധ മാർച്ചുകളും ഒക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വലിയ ജനകീയ സമരങ്ങളുമായി രംഗത്തിറങ്ങാനും ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നല്ലോ പ്രശാന്ത്. വിനോദ്, അശ്വതി, കഴിഞ്ഞ ദിവസം നടന്ന EDയുടെ അപ്രതീക്ഷിത റെയ്ഡ്, ആ അപ്രതീക്ഷിത റെയ്ഡിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് CPM നേതൃത്വമുള്ളത്. പ്രതീക്ഷിക്കാതെയാണ് ED കരുക്കൾ നീക്കി റെയ്ഡ് നടത്തിയത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡിന് നീക്കം ED നടത്തിയത്. ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വീടും അതോടൊപ്പം തന്നെ കണ്ണൂരെ വീട്, അങ്ങനെ മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ വീട്, ഇത്തരത്തിൽ CMRLൻ്റെ ഓഫീസ് അടക്കമുള്ള കേന്ദ്രങ്ങൾ, ഇത്തരത്തിൽ പല കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയമായിരുന്നു ഈ റെയ്ഡ് നടത്തിയത്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ റെയ്ഡിന് ഇറങ്ങിത്തിരിച്ചത്. ഇത് വലിയ രീതിയിലൊരു ഞെട്ടലാണ് CPM നേതൃത്വത്തിന് ഉണ്ടാക്കി തീർത്തത്. കൃത്യമായ തെളിവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് റെയ്ഡിന് വേണ്ടി ഈ ED സംഘം ഇറങ്ങിയത്. ഇതോടുകൂടി തന്നെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ CPMന് കഴിയാത്ത സാഹചര്യമായി. ഇതോടുകൂടിയാണ് ഗുണ്ടകളെ അടക്കം ഇറക്കിക്കൊണ്ട് EDയെ നേരിടുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തിയത്. നിലവിൽ നമുക്കറിയാം പലതവണ ED ഇതുമായി ബന്ധപ്പെട്ട് സമൻസ് അടക്കം നൽകിയതായിരുന്നു വീണ വിജയന്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം അടക്കം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിന്നിരുന്നത്. അതിനുശേഷമാണ് നിർണായക റെയ്ഡിന് ഈ ED സംഘം ഇറങ്ങിത്തിരിച്ചത്. ഇതോടുകൂടിയാണ് CPM നേതൃത്വം വെട്ടിലായത്. നിലവിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. നമുക്കറിയാം പിണറായി വിജയനെതിരെയല്ല ഈ കേസ് എന്നത്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരെയല്ല കേസ്. പിണറായി വിജയൻ്റെ മകൾ നടത്തിയ സേവന രഹിത വേതനവുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് അതിൻ്റെ അന്വേഷണമാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയനെ പ്രതിരോധിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ CPM പ്രവർത്തകരുടെയും CPM നേതൃത്വത്തിൻ്റെയും ഇടപെടൽ എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസവും പല നേതാക്കളുമായി ബൈറ്റ് എടുക്കുന്ന സമയത്തെല്ലാം ഇത് ചോദിക്കുന്നെങ്കിൽ പോലും അതിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതായത് പിണറായി വിജയൻ അടക്കം ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ പിണറായി വിജയൻ്റെ സ്വാധീനം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് മകൾ വീണ ഇത്തരത്തിൽ സേവനരഹിത വേതനം കൈപ്പറ്റിയത്. ഇതിൽ കൃത്യമായ തെളിവുകളും EDയുടെ പക്കൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED പരിശോധന, ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരിശോധന, എമർജൻസി പരിശോധനയുമായി ബന്ധപ്പെട്ട് ED ഇറങ്ങിത്തിരിച്ചത്. ഇതോടുകൂടി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത സ്ഥിതിയായതോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഈ പരിശോധനകളെ പ്രതിരോധിക്കാൻ കഴിയാത്ത സ്ഥിതി ആയതോടുകൂടി തന്നെ അക്രമം ഉപയോഗിച്ച് നേരിടുക എന്ന നിലയിലേക്ക് ആണ് CPM എത്തിയത്. ആ നേതാക്കളുടെ എല്ലാം അറിവോടെയാണ് ഈ അക്രമം അഴിച്ചുവിട്ടത്. അതും മുൻ കൗൺസിലർ അടക്കമുള്ള CPMന് മുൻ കൗൺസിലർ അടക്കമുള്ള ആളുകൾ ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഈ സംസ്ഥാനത്ത് തന്നെ ഗുണ്ടകളെ അടക്കം ഇറക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ EDക്കെതിരെ നേരിടുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നത്. തുടർന്ന് ഇനി ഏത് നീക്കം, അതും വലിയ രീതിയിൽ ഈ അക്രമ സംഭവം ഉണ്ടായി
ഉണ്ടായതും വലിയ രീതിയിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് തുടർ നീക്കമെന്നടക്കമുള്ള കാര്യങ്ങളാണ് CPM ആലോചിക്കുന്നത്. നിലവിൽ ഇത്തരത്തിലൊരു അറസ്റ്റ് നടപടികളിലേക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്കെല്ലാം അയക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു തെളിവുകൾ ശേഖരിക്കുകയാണെങ്കിൽ തുടർന്നുള്ള നടപടികളിലേക്ക് ED കടക്കും. അതും CPM-നെ സംബന്ധിച്ചിടത്തോളം കനത്ത വെല്ലുവിളിയായിരിക്കും ഉണ്ടാക്കുന്നത്. അവരുടെ പ്രശാന്തെ, അങ്ങനെ ED CPM-ന് ചെക്ക് വെക്കുകയാണ്. പ്രതിരോധിക്കാനാകാതെ ആകെ ക്യാപ്സ്യൂളുകൾ അന്വേഷിക്കുകയാണ് CPM. ഇനി ഈ കേസിൽ എന്താണ് സംഭവിക്കുക? കാരണം വ്യക്തമായ തെളിവുകളുണ്ട്. ഇപ്പോൾ വീണ വിജയന്റെ ഫോൺ പിടിച്ചെടുത്തിരിക്കുന്നു, അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ CMRL ഉദ്യോഗസ്ഥന്റെ അവിടെ CMRL റെയിലിൽ നിന്നും നിർണായക സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പിടിച്ചെടുത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ മാധ്യമങ്ങളെല്ലാം വാർത്ത നൽകുന്നത് ഇത്തരത്തിൽ EDക്ക് ഒന്നും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല, അത് എഴുതി നൽകിയെന്നതാണ്. തീർച്ചയായും EDക്ക് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ റിയാസിന്റെ വീട്ടിൽ നിന്നും ഒന്നും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എങ്കിലും CMRL MT ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നടക്കം നിരവധി നിർണായക രേഖകളാണ് പിടിച്ചെടുത്തത്. ഇതെല്ലാം CPM-ന് തുരങ്കം വെക്കുന്നത് തന്നെയാണ്. ED ചെക്ക് പറഞ്ഞിരിക്കുന്നു. CPM വലിയ പ്രതിരോധത്തിലാണ്. ഈ പ്രതിരോധം ഇനി നാട്ടുകാരുടെ മുകളിലാണോ തീർക്കുക എന്ന് കൂടി കണ്ടറിയണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരുവ് ഗുണ്ടകളെ പോലെ യുദ്ധം നയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് വിനോദിനി. ഇന്ന് പ്രതിഷേധ മാർച്ചുകളുണ്ട്. അത് ഏത് തരത്തിലാണ്, അത് അക്രമത്തിൽ കലാശിക്കുമോ തുടങ്ങിയ വാർത്തകളൊക്കെ നമുക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്.